തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്കും അംഗൻവാടി ടീച്ചർമാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വടകരപ്പതി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ ധർണാ സമരം നടത്തി. അസഹിഷ്ണുതയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ മുഖമുദ്രയെന്നും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരങ്ങളോടും പ്രക്ഷോഭങ്ങളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്നത് സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ജാള്യത മറയ്ക്കുന്നതിനാണെന്നും KPCC മെമ്പർ സജേഷ് ചന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മുദ്രാവാക്യങ്ങളും ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളുമാണ് LDF-ന്റെയും CPM-ന്റെയും എല്ലാ കാലത്തെയും നയം. ഞാനിപ്പോൾ വടകരപ്പതി പഞ്ചായത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. വടകരപ്പതി പഞ്ചായത്തിൽ 3/87 എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. ആ 3/87 ഗവൺമെന്റ് ഓർഡർ ഞങ്ങൾ പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനപത്രിക ഇറക്കി. അല്ലേ? ഇവിടെ ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ നിന്നത്? രാഷ്ട്രീയത്തിന് അതീതമായി ചില സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഏത് വിധേനയും അത് മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന പഴയകാല അമ്മായിയമ്മയുടെ മാനസികാവസ്ഥയിലുള്ള ചില ആളുകൾ കോൺഗ്രസ് തോറ്റാൽ മതി, ബാക്കി നാടിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് 3/87 സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. RBCയുടെ വെള്ളം എത്രയാണെന്നുള്ളത് 9 വർഷമായി പിണറായി സർക്കാർ വന്നിട്ട്. ശ്രീ K കൃഷ്ണൻകുട്ടി ഈ നാട്ടിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു 9 വർഷമായി. എന്താ പുനഃസ്ഥാപിച്ചോ? RBCക്ക് എത്രയാണ് വെള്ളം? ഈ വടകരപ്പതി പഞ്ചായത്തിന് മുന്നിൽ നിന്നുകൊണ്ട് RBCക്ക് എത്രയാണ് വെള്ളമെന്ന് ഈ നേരം വരെ തീരുമാനിച്ചിട്ടുണ്ടോ? വടകരപ്പതി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KU പ്രസാദ് അധ്യക്ഷത വഹിച്ചു. INDC റീജിയണൽ പ്രസിഡന്റ് C വിദ്യാധരൻ, വാർഡ് മെമ്പർമാരായ ബീന ജോൺ, ബിന്ദു, നാരായണി, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്വാമിയപ്പൻ, INDC മണ്ഡലം പ്രസിഡന്റ് മോഹൻദാസ്, രേണുക എന്നിവർ നേതൃത്വം നൽകി. UTV ന്യൂസ് പാലക്കാട്.